അയാൾ പ്രതികാരം ചെയ്തതാണ്. കാരണം അങ്ങനെ എന്നെ ഞാൻ ആർഷഭാരത സംസ്കാരത്തിന് പുരസ്കാരം 1,00,000 പുരസ്കാരം അമേരിക്കൻ മലയാളി തന്നപ്പോൾ ഞാൻ സ്വീകരിച്ചു. അത് RSSകാരുടെ സംഘടനയാണെന്ന് ഇയാൾ പറഞ്ഞു. പക്ഷേ എനിക്കറിയാം അല്ലെന്ന്. ഹിന്ദുക്കളെല്ലാം RSSകാരാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഹിന്ദു എന്ന് പറയാൻ പാടില്ല. ഹിന്ദു എന്ന് പറഞ്ഞാൽ ഉടനെ സംഗീതം RSSകാരന്. ഹിന്ദുക്കളെല്ലാവരും RSSകാരാണ്. അങ്ങനെ പിന്നെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിജയിക്കില്ലല്ലോ. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിജയിക്കുന്ന ഹിന്ദുക്കളുടെ തൊട്ടുകൊണ്ടാണ്. അതുകൊണ്ട് അവിടെ BJP വളരാത്തത്. അതാ എനിക്കറിയാവുന്ന രാഷ്ട്രീയം. കേരളത്തിൽ LDF വീണ്ടും വരാൻ കാരണം എന്ന് വെച്ചാൽ LDFിൽ 75% ഹിന്ദുക്കളാണ്. അതുകൊണ്ടാണ് BJPക്ക് വോട്ട് കിട്ടാത്തത്, BJPക്ക് വരാൻ പറ്റാത്തത്. ആ സത്യം ആദ്യം മനസ്സിലാക്കണം. എനിക്കറിയാം, ഞാൻ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു, ഞാൻ വിദ്യാർത്ഥി യൂണിയനിലുണ്ടായിരുന്നതാണ്. ഇടതുപക്ഷ വിദ്യാർത്ഥികളിൽ അങ്ങ് പ്രവർത്തിച്ച ആളാണ് ഞാൻ. എനിക്ക് നല്ലപോലെ അറിയാം രാഷ്ട്രീയം. അല്ലാതെ ഇപ്പോൾ എനിക്ക് ഇത് രാഷ്ട്രീയ പാർട്ടികളെ പിടിച്ച് ഒരു കസേര പിടിക്കാൻ എന്താ പ്രയാസം? എനിക്ക് വേണ്ട കസേര. അമൃത TV തുടങ്ങുമ്പോൾ എനിക്ക് വലിയ സ്ഥാനം തന്നു, ഞാൻ സ്വീകരിച്ചില്ല. അമൃത ടെലിവിഷൻ ഞാൻ സ്വീകരിച്ചില്ല. മിസ്റ്റർ കാർത്തികേയൻ സാംസ്കാരിക മന്ത്രിയായിരുന്നപ്പോൾ എന്നോട് ചലച്ചിത്ര അക്കാദമി ചെയർമാനാകുമെന്ന് ചോദിച്ചാണ്, ഞാൻ സ്വീകരിച്ചില്ല. ഇതൊക്കെ സച്ചിദാനന്ദന് സ്വപ്നം കാണാൻ പറ്റില്ല. അങ്ങനെ പുറകെയാണെന്ന് മേടിക്കുക എന്തെങ്കിലും സ്ഥാനം. ഞാൻ കേരളത്തിലേക്ക് വരാം, എന്നെ അക്കാദമി ചെയർമാൻ ആക്കാമെന്ന് പറഞ്ഞപ്പോൾ വന്നു. അതുവരെ ഡൽഹി അവിടുത്തെ എസ്റ്റാബ്ലിഷ്മെൻ്റ് ഭാഗമായിട്ട് അവിടുത്തെ എല്ലാ നേട്ടങ്ങളും ഉണ്ടാക്കി അവിടെ കഴിഞ്ഞു. ഞാനങ്ങനെയല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്ത് പറയുന്നു അതാണ് ഞാൻ.